കഞ്ഞിക്കും ചോറിനും പറ്റി നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറുത്ത കടലയുണ്ടല്ലോ, ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുകയെന്ന് വെച്ചാൽ 6 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഈ കടല നന്നായി വേവിച്ചെടുക്കുക. ഒരു 5-6 വിസിൽ വേണ്ടി വരും. ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കൊല്ലമുളക്, കടുക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഉള്ളി എന്നിവ ചതച്ചോ അരിഞ്ഞോ ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. നമ്മൾ മെഴുക്കുവരട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ അത്രയും മസാലയുടെ ആവശ്യമുള്ളൂ. അത് നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഉള്ളി തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ആ കടലയിലേക്ക് ആ മസാലകൾ, മുളകും മഞ്ഞളും ഒക്കെ പിടിച്ചു വരുള്ളൂ. നിങ്ങൾക്കിപ്പോൾ മസാലയുടെ സ്വാദ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലും മറ്റേ ഗരം മസാലയോ അല്ലെങ്കിൽ വെജ് മസാലയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അല്ലാതെ മസാല ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ സാധാരണ മെഴുക്കുവരട്ടി പോലെയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതാണ്. കുറച്ച് നേരം നിങ്ങൾ ക്ഷമയോടെ ഇളക്കി കൊടുക്കണം. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു. കഞ്ഞിക്കും ചോറിനും പറ്റി നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറുത്ത കടലയുണ്ടല്ലോ, ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുകയെന്ന് വെച്ചാൽ 6 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഈ കടല നന്നായി വേവിച്ചെടുക്കുക. ഒരു 5-6 വിസിൽ വേണ്ടി വരും. ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കൊല്ലമുളക്, കടുക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഉള്ളി എന്നിവ ചതച്ചോ അരിഞ്ഞോ ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. നമ്മൾ മെഴുക്കുവരട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ അത്രയും മസാലയുടെ ആവശ്യമുള്ളൂ. അത് നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഉള്ളി തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ആ കടലയിലേക്ക് ആ മസാലകൾ, മുളകും മഞ്ഞളും ഒക്കെ പിടിച്ചു വരുള്ളൂ. നിങ്ങൾക്കിപ്പോൾ മസാലയുടെ സ്വാദ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലും മറ്റേ ഗരം മസാലയോ അല്ലെങ്കിൽ വെജ് മസാലയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അല്ലാതെ മസാല ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ സാധാരണ മെഴുക്കുവരട്ടി പോലെയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതാണ്. കുറച്ച് നേരം നിങ്ങൾ ക്ഷമയോടെ ഇളക്കി കൊടുക്കണം. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.